ഹ്വാങ് ഹോങ് ഡ്യുക്കിന്റെ സംവിധാനത്തിൽ ഏറ്റവും പുതുതായി നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസായ സീരീസ് ആണ് സ്ക്വിഡ് ഗെയിം. ഗംഭീര ത്രില്ലർ സീരീസ് ആയ സ്ക്വിഡ് ഗെയിമിന്റെ കഥ നമുക്കൊന്ന് കേട്ടുനോക്കിയാലോ. എന്താണ് സ്ക്വിഡ് ഗെയിം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് സീരീസ് ആരംഭിക്കുന്നത്. കൊറിയയിലെ കുട്ടികൾ പണ്ടുകാലത്ത് കളിച്ചിരുന്ന കളിയായിരുന്നു സ്ക്വിഡ് ഗെയിം അഥവാ കണവ കളി എന്ന് മലയാളത്തിൽ പറയാം. പ്രത്യേകം കണവയുടെ ഷേപ്പിൽ വരച്ചുണ്ടാക്കിയ ഒരു രൂപത്തിൽ രണ്ടു ടീമുകളായി തിരിഞ്ഞ് കുട്ടികൾ കളിക്കുന്നു. ഒരു സംഘം പ്രതിരോധിക്കാനും ഒരു സംഘം ആക്രമിക്കാനും. കളിയുടെ നിയമങ്ങളൊക്കെ എളുപ്പമാണ്. കളി തുടങ്ങിയാൽ പ്രതിരോധ സംഘത്തിന് വരയ്ക്കപ്പെട്ട കളത്തിനുള്ളിൽ രണ്ട് കാലിലോടാം. ആക്രമികൾ വികലാംഗനെ പോലെ ഒറ്റക്കാലിൽ കളത്തിന്റെ പുറത്ത് തൊങ്ങി വേണം ചെല്ലാൻ. പക്ഷെ ആക്രമണ സംഘത്തിലെ ഏതെങ്കിലും ഒരുവൻ സ്ക്വിഡിന്റെ നടുഭാഗം മുറിച്ചു കടന്നാൽ പിന്നീട് അവർക്ക് രണ്ട് കാലിൽ നടക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കും. ഇങ്ങനെ മുറിച്ചു കടക്കുന്നതാണ് ആദ്യഘട്ടം. ആ ഘട്ടം വിജയിച്ചാൽ അവരെ റോയൽ ഇൻസ്പെക്ടർ അഥവാ രാജ പോലീസ് എന്നാണ് വിളിച്ചിരുന്നത്. അവിടെ നിന്നും ആക്രമികൾ കണവയുടെ വാൽഭാഗത്ത് വന്നു നിൽക്കും അഥവാ വരയ്ക്കപ്പെട്ട സ്ക്വിഡിന്റെ വാൽഭാഗത്ത്. വിജയിക്കണമെങ്കിൽ വാൽഭാഗത്ത് നിന്ന് ഓടി കണവയുടെ തലഭാഗത്തുള്ള വൃത്തത്തിലെ ത്രികോണത്തിൽ വന്ന് ചവിട്ടി നിൽക്കണം. പ്രതിരോധ നിര ആക്രമി സംഘത്തെ ആക്രമിക്കും. പ്രതിരോധക്കാർ വരയ്ക്ക് പുറത്തേക്ക് അക്രമികളെ തള്ളിയിട്ടാൽ അക്രമികൾ ചാവും. പ്രതിരോധക്കാർ വിജയിക്കുകയും ചെയ്യും. അതേസമയം പ്രതിരോധ നിരയെ അട്ടിമറിച്ച് അക്രമി സംഘത്തിലെ ഒരുവനെങ്കിലും ഓടി സ്ക്വിഡിന്റെ തലഭാഗത്തുള്ള ത്രികോണത്തിൽ ചവിട്ടിയാൽ അവർ വിജയിച്ചു കഴിഞ്ഞു. വിജയിച്ചാൽ കുറെ എന്ന് അലറി വിളിക്കും. സ്ക്വിഡ് ഗെയിം എന്ന കഥയുടെ ആദ്യ ഭാഗം ഇവിടെ തുടങ്ങുകയാണ്. ചുവന്ന ലൈറ്റ്, പച്ച ലൈറ്റ്. സോങ് ജി ഹുൻ, നമ്മുടെ കഥാനായകന്റെ പേരതാണ്. വളരെ അലസനായിട്ടുള്ള യുവാവാണ് സോങ് ജി ഹുൻ. ചൂതാട്ടം ഒരുപാട് ഇഷ്ടമുള്ള അയാൾ വലിയ കടക്കിണിയിലുമാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അയാളുടെ ഡിവോഴ്സ് നടന്നിരുന്നു. മകൾ ഇപ്പോൾ അയാളുടെ മുൻ ഭാര്യയുടെ ഒപ്പം ജീവിക്കുന്നു. അയാൾ ജീവിച്ചു വരുന്നത് തന്റെ അമ്മയ്ക്കൊപ്പമാണ്. കാര്യമായി ജോലിക്കൊന്നും പോവാത്ത സോങ് ജി ഹുന്നിനെ അമ്മ ആ വയസ്സാൻ കാലത്തും രോഗമെല്ലാം മറന്ന് പണിയെടുത്ത് പോറ്റിക്കൊണ്ടിരിക്കുന്നു. അന്ന് സോങ് ജി ഹുന്നിന്റെ മകളുടെ ബർത്ത്ഡേ ആയതിനാൽ അമ്മ സോങ് ജി ഹുന്നിനോട് തീർച്ചയായും മകൾക്ക് ചിക്കനും എന്തെങ്കിലും ഗിഫ്റ്റും വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞു. അതിനുള്ള പണവും കൊടുത്തു. പക്ഷെ സോങ് ജി ഹുന്നിനുണ്ടോ അത് പറ്റുന്നു. അവൻ കൂടുതൽ പണം ആവശ്യപ്പെട്ട് ഒച്ചയുണ്ടാക്കാൻ തുടങ്ങി. ഒടുവിൽ മകനോട് സ്നേഹമുള്ള ആ പാവം അമ്മ കൊടുത്ത 10,000 വോൺ കൂടാതെ കുറച്ചധികം പണം കൂടി അവന് കൊടുത്തു. പക്ഷെ അമ്മ മാർക്കറ്റിലേക്ക് പോയതും ആ പണമൊന്നും പോരാ എന്ന് കരുതിയിരുന്ന അയാൾ അമ്മ ഒളിപ്പിച്ചു വെച്ചിരുന്ന അമ്മയുടെ ATM കാർഡ് എടുത്തു. അധികം വൈകാതെ തന്റെ ഒരു കൂട്ടുകാരനൊപ്പം ATM കാർഡുമായി ഒരു ATM-ൽ എത്തി അതിൽ നിന്ന് പണം വിഡ്രോ ചെയ്യാനുള്ള ശ്രമം തുടങ്ങി. പക്ഷേ അമ്മ പാസ്വേഡ് മാറ്റിയിരുന്നത് കൊണ്ട് പഴയ പോലെ എളുപ്പത്തിൽ അവന് പണം വിഡ്രോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തന്റെ ബർത്ത്ഡേയും അമ്മയുടെ ബർത്ത്ഡേയും എല്ലാം പിൻ നമ്പറായി അടിച്ചു നോക്കിയെങ്കിലും പണം വിഡ്രോ ചെയ്യാൻ കഴിഞ്ഞതേയില്ല. സോങ് ജി ഹുൻ ആകെ നിരാശനായി പരിഭ്രാന്തനായി നിന്നു. ഇനി എന്ത് ചെയ്യും? ഒപ്പമുള്ള കൂട്ടുകാരൻ പറയുകയും ചെയ്തു, ഇനി ഒരു വട്ടം കൂടി തെറ്റിയാൽ കാർഡ് ബ്ലോക്ക് ആകും. ആലോചിച്ചടിക്ക്. ഏറ്റവും ഒടുവിൽ ആലോചിച്ചെടുത്ത് ഒരു നമ്പർ സോങ് ജി ഹുൻ അടിച്ചു. അത് ശരിയായിരുന്നു. അവന് പണം ലഭിച്ചു. കൂട്ടുകാരൻ എന്താ നീ അടിച്ചതെന്ന് ചോദിച്ചു. സോങ് ജി ഹുൻ പറഞ്ഞു, ഇന്ന് എന്റെ മകളുടെ ജന്മദിനമാണ്, ഞാൻ അതാ അടിച്ചു നോക്കിയത്. അമ്മയ്ക്ക് എന്നേക്കാൾ ഇഷ്ടം പേരക്കുട്ടിയോടാണെന്ന് തോന്നുന്നു. സോങ് ജി ഹുൻ ഈ പണമൊക്കെ എടുത്തത് മകൾക്ക് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാനാണ് എന്ന് തെറ്റിദ്ധരിച്ചെങ്കിൽ തെറ്റിപ്പോയി. പണമെടുത്ത് അവൻ നേരെ പോയത് കുതിര പന്തയം വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കുതിര പന്തയത്തിൽ ആദ്യമെല്ലാം സോങ് ജി ഹുൻ പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ കയ്യിലുണ്ടായിരുന്ന അവസാന പണം ഉപയോഗിച്ച് ആലോചിച്ച് തന്റെ മകളുടെ ബർത്ത്ഡേ ഡേറ്റിൽ തന്നെ 2 കുതിരകളുടെ മേൽ അവൻ പന്തയം വെച്ചു. ഭാഗ്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ പന്തയത്തിൽ സോങ് ജി ഹുൻ തന്നെ വിജയിച്ചു. 40 ലക്ഷം വോൺ അവന് സമ്മാനമായി കിട്ടി. സോങ് ജി ഹുണിന്റെ സന്തോഷം പറയണോ? പണം കൊടുക്കാനിരുന്ന പെൺകുട്ടിക്ക് 10,000 വോൺ ടിപ്പായി തന്നെ കൊടുത്തു കളഞ്ഞു. പന്തയം വെക്കുന്നിടത്ത് നിന്ന് പുറത്തിറങ്ങി മകളെ ഫോൺ ചെയ്ത് വലിയ വായിൽ സോങ് ജി ഹുൻ സംസാരിക്കാൻ തുടങ്ങി. എന്ത് ഗിഫ്റ്റ് വേണമെങ്കിലും എന്ത് ഭക്ഷണം വേണമെങ്കിലും വയറ് നിറച്ച് വാങ്ങിത്തരാം എന്ന മട്ടിൽ വലിയ ഗീർവാണങ്ങൾ മുഴക്കിക്കൊണ്ടിരുന്നു. ഈ സമയം കുറച്ചധികം പേർ സോങ് ജി ഹൂണ് വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് കടന്നു വന്നു. അവരെ കണ്ടതും സോങ് ജി ഹൂൺ ഭയം നഖത്തെ കൂടി. പോകുന്ന വഴിയിൽ ഒരു പെൺകുട്ടിയുമായി കൂട്ടിയിടിച്ച് താഴെ വീഴുകയും ചെയ്തു. വീണെങ്കിലും ആ പെൺകുട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ച് സോങ് ജി ഹൂൺ പിന്നെയും ഓടി. അവന്റെ പിന്നാലെ അവനെ കുറച്ചുപേർ ഓടിച്ചിടുന്നുണ്ടായിരുന്നു. ഒടുവിൽ സോങ് ജി ഹൂൺ അവരുടെ കയ്യിൽ പെടുക തന്നെ ചെയ്തു. കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായി. സോങ് ജി ഹൂൺ അവരുടെ പക്കൽ നിന്ന് വലിയ തുകകൾ കടം വാങ്ങിയിട്ടുണ്ട്. ഇതുവരെയൊന്നും തിരിച്ചു കൊടുത്തിട്ടുമില്ല. ക്രൂരന്മാരായ വട്ടിപ്പലിശക്കാർ. അതുകൊണ്ടാണ് സോങ് ജി ഹൂണിനെ കടന്നു പിടിച്ചതും അവനെ തല്ലി പരുവമാക്കിയതും. ഏറെ തല്ലുകൊണ്ടു കഴിഞ്ഞതും സോങ് ജി ഹൂൺ പറഞ്ഞു, എന്റെ കയ്യിൽ പണമുണ്ട്, ഞാനത് തരാം. ഞാൻ പന്തയത്തിൽ വിജയിച്ച് 40 ലക്ഷം നേടിയിരുന്നു. പണം എടുത്തു കൊടുക്കാൻ സോങ് ജി ഹൂൺ കോട്ട് പരിശോധിച്ചു. പക്ഷേ അതിൽ നിന്ന് പണം നഷ്ടപ്പെട്ടിരുന്ന കാര്യം അപ്പോഴാണ് സോങ് ജി ഹൂൺ തിരിച്ചറിഞ്ഞത്. ആ പെൺകുട്ടിയുമായി കൂട്ടിയിടിച്ചതും അവിടെ വെച്ച് വീണു പോയിരുന്നിരിക്കാം, അല്ലെങ്കിൽ അവൾ കവർന്നിരിക്കാമെന്ന് സോങ് ജി ഹൂൺ വിചാരിച്ചു. പണം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞതും വട്ടിപ്പലിശക്കാരന് വല്ലാത്ത ദേഷ്യം വന്നു.
വീണ്ടും പറ്റിക്കുകയാണോ എന്ന് ചോദിച്ച അയാൾ സോങ് ജി ഹൂണിനെ വലിയ രീതിയിൽ കൊലപ്പെടുത്തുമെന്ന രീതിയിൽ ഭയപ്പെടുത്താൻ തുടങ്ങി. കരഞ്ഞ് കാലുപിടിച്ച് സോങ് ജി ഹൂൺ അപേക്ഷിച്ചു. ഒടുവിൽ വട്ടിപ്പലിശക്കാരൻ സോങ് ജി ഹൂണിന്റെ അടുക്കൽ നിന്ന് ഒരു സമ്മതപത്രം ഒപ്പിട്ടു വാങ്ങി. അത് യാഥാർത്ഥ്യത്തിൽ സോങ് ജി ഹൂണിന്റെ അവയവങ്ങളും മറ്റും അടുത്ത മാസം പണം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ തങ്ങളെടുത്ത് വിൽക്കും എന്നുള്ളതിനുള്ള അവകാശ സമ്മതപത്രമായിരുന്നു. മകളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് മറ്റു വഴികളൊന്നും ഇല്ലാത്തതിനാൽ അവകാശ പത്രവും വാങ്ങി തിരികെ പോകാൻ ഒരുങ്ങിയ ഗുണ്ടയോട് സോങ് ജി ഹൂൺ ഒരു 10,000 വോൺ കടം തരാമോ എന്ന് അഭ്യർത്ഥിച്ചു. പക്ഷെ ഗുണ്ടകളുണ്ടോ കൊടുക്കുന്നു. ഗുണ്ടകൾ സോങ് ജി ഹൂണിനെ ഒന്നുകൂടെ പുച്ഛിച്ച് അവിടെ നിന്ന് പോയി. മറ്റു വഴികളൊന്നും കാണാതിരുന്ന സോങ് ജി ഹൂൺ താൻ ടിപ്പ് കൊടുത്ത് യുവതിക്ക് അരികിൽ ചെന്ന് ആ ടിപ്പ് തിരികെ തരുമോ എന്ന് ചോദിച്ചു. ആകെ 10,000 വോൺ ഉള്ളൂ. എന്തെങ്കിലും നല്ല ഗിഫ്റ്റ് വാങ്ങണമല്ലോ. അതുകൊണ്ട് സോങ് ജി ഹൂൺ ക്രൈം ഗെയിം കളിക്കുന്ന ഇടത്തേക്ക് പോയി പണമിട്ട് ഓരോ ഗെയിം കളിക്കാൻ തുടങ്ങി. പക്ഷെ പരിഭ്രാന്തനായിരുന്നത് കൊണ്ട് സോങ് ജി ഹൂണിന് വിജയിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കയ്യിലെ പണമെല്ലാം തീർന്നു തുടങ്ങിയിരുന്നു. ഈ സമയം അടുത്തുണ്ടായിരുന്ന ഒരു കുട്ടി ഇത് കണ്ട് താൻ സഹായിക്കാമെന്നേറ്റു. ആ കുട്ടി സോങ് ജി ഹൂണിന് അതിൽ നിന്നും കാണാൻ നന്നായി പാക്ക് ചെയ്തിരുന്ന ഒരു ഗിഫ്റ്റ് വിജയിച്ചെടുത്തു കൊടുത്തു. ഗിഫ്റ്റ് കെട്ടിയ സോങ് ജി ഹൂൺ ആ പയ്യനുമായി തുള്ളിച്ചായി. അധികം വൈകാതെ മക്കളെയും കൂട്ടി സോങ് ജി ഹൂൺ ഒരു തട്ടുകടയിലേക്ക് പോയി മകൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കുമ്പോൾ മകൾ സോങ് ജി ഹൂണിന്റെ മുറി ഉറ്റു നോക്കിക്കൊണ്ടിരുന്നു. സോങ് ജി ഹൂൺ ആകട്ടെ മകളോട് ഓരോ നുണകളും പറഞ്ഞു. ഒപ്പം നല്ല ഫുഡ് വാങ്ങിത്തരാൻ പറ്റാത്തതിൽ ക്ഷമയും ചോദിച്ചു. മകൾ സാരമില്ല അച്ഛ എന്ന് പറഞ്ഞ് അച്ഛനെ സമാധാനിപ്പിച്ചു. അതിനിടയിൽ സോങ് ജി ഹൂൺ കൊണ്ടുവന്നിരുന്ന ഗിഫ്റ്റ് മകൾക്ക് കൊടുത്തു. നല്ല പാക്കിംഗ് ആയതുകൊണ്ട് നല്ല ഗിഫ്റ്റ് ആയിരിക്കും എന്നായിരുന്നു സോങ് ജി ഹൂൺ വിചാരിച്ചത്. പക്ഷെ അതിനകത്ത് ഒരു തോക്കായിരുന്നു. നിനക്ക് പട്ടാളത്തിൽ ചേരാമെന്നെല്ലാം പറഞ്ഞ് ആ ഗിഫ്റ്റിനെ അയാൾ ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും തോക്കെടുത്ത് മകൾ പൊട്ടിച്ചു നോക്കിയതും അതിൽ നിന്നും തീ പുറത്തു വന്നു. അതൊരു ലൈറ്റർ ആയിരുന്നു. അത് കണ്ടതും മകൾ പറഞ്ഞു, ഇത് കൊണ്ടുപോയാൽ അമ്മ പ്രശ്നമുണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ സൂക്ഷിച്ചോളാം. അടുത്ത വട്ടം നിനക്ക് നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിത്തരാമെന്ന് സോങ് ജി ഹൂൺ പറഞ്ഞു. പെട്ടെന്ന് മകൾ എന്തോ ഒരു ഭാവത്തിൽ അവനെ നോക്കി. മകൾ എന്തോ പറയാൻ വന്നെങ്കിലും അച്ഛന്റെ സന്തോഷം നശിപ്പിക്കേണ്ടെന്ന് കരുതി അവൾ അത് പറഞ്ഞില്ല. അന്നത്തെ ആഘോഷമെല്ലാം കഴിഞ്ഞ് മകളെയും ഭാര്യയുടെ അടുത്ത് കൊണ്ടാക്കി സോങ് ജി ഹൂൺ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തി. ട്രെയിൻ നഷ്ടപ്പെട്ടു പോയതും അവിടുത്തെ ബെഞ്ചിൽ കാത്തിരിക്കാൻ തുടങ്ങി. ഈ സമയം സോങ് ജി ഹൂണിനടുത്ത് ഡ്രസ്സായ ഒരാൾ വന്നിരുന്നു. സോങ് ജി ഹൂണിനോട് നിങ്ങൾക്ക് സമയം ഉണ്ടാകുമോ എന്ന് തിരക്കി. അയാൾ പാസ്റ്ററാണെന്ന് കരുതിയ സോങ് ജി ഹൂൺ തനിക്ക് മതവിശ്വാസം മാറാൻ താല്പര്യമില്ലെന്ന മട്ടിൽ അയാളോട് തർക്കിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. തർക്ക സംസാരം നടക്കുന്നതിനിടയിൽ അയാൾ തന്റെ പെട്ടി തുറന്നു വെച്ചു. പെട്ടിക്കകത്തേക്ക് നോക്കിയ സോങ് ജി ഹൂൺ ഒരു നിമിഷം സംസാരം നടത്തി. അതിൽ 2 കടലാസുകളും കുറച്ചധികം പണവും ഉണ്ടായിരുന്നു. അയാൾ ചോദിച്ചു, സാർ നിങ്ങൾ തെറ്റ് കളിച്ചിട്ടില്ലേ? നമുക്ക് തെറ്റ് കളിച്ചാലോ? കളിയിൽ വിജയിച്ചാൽ നിങ്ങൾക്ക് 1,00,000 വോൺ ലഭിക്കും. തോറ്റാൽ നിങ്ങൾ എനിക്ക് 1,00,000 വോൺ തരാം. പണം എന്ന് കേട്ടതും സോങ് ജി ഹൂൺ ഒരു സംശയവും കൂടാതെ അതിനെ സമ്മതിച്ചു. കളി സിമ്പിളാണ്. നീലയും ചുവപ്പും തരത്തിലുള്ള 2 പേപ്പർ കാർഡുകൾ. കളിക്കുന്ന ടീമിൽ 2 പേർക്ക് ഓരോ കാർഡുകൾ തിരഞ്ഞെടുക്കാം. നിലത്ത് കിടക്കുന്ന കാർഡ് തന്റെ കയ്യിലുള്ള കാർഡ് ഉപയോഗിച്ച് അമർത്തി വീഴ്ത്തിയാൽ അയാൾ വിജയിച്ചു. സോങ് ജി ഹൂൺ ആദ്യം ശ്രമിക്കാൻ തുടങ്ങി. നീല കാർഡ് തിരഞ്ഞെടുത്ത് ചുവപ്പ കാർഡിൽ എറിഞ്ഞു. പക്ഷേ ചുവപ്പ കാർഡ് മറിഞ്ഞതേയില്ല. വന്നിരുന്നയാൾ എറിഞ്ഞതും അയാൾ അതിൽ ഭംഗിയായി വിജയിക്കുകയും ചെയ്തു. കളി വിജയിച്ച അയാൾ സോങ് ജി ഹൂണിനോട് പണം ചോദിച്ചു. സോങ് ജി ഹൂൺ ചുറ്റിനും നോക്കുന്നത് കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, കയ്യിൽ പണമില്ലെങ്കിൽ ശരീരം കൊണ്ട് വീട്ടിയാൽ മതി. ശരീരം കൊണ്ടു. അങ്ങനെ ഉടനെ അയാൾ സോങ് ജി ഹൂണിന്റെ പകരടിച്ചു. 1,00,000 വോണിന് പകരം ഒരടി. അത് കേട്ടത് സോങ് ജി ഹൂൺ വാശിയിൽ വീണ്ടും കളിക്കാനാണ്. നിരവധി തവണ സോങ് ജി ഹൂൺ പരാജയപ്പെടുകയും അയാൾ സോങ് ജി ഹൂണിനെ തല്ലുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ സോങ് ജി ഹൂൺ വിജയിച്ചു. അയാൾ തല്ലാൻ സോങ് ജി ഹൂൺ കൂടിയെടുത്തതും അയാൾ സോങ് ജി ഹൂണിന്റെ കൈ തടഞ്ഞ് 1,00,000 വോൺ സോങ് ജി ഹൂണിനെ ഏൽപ്പിച്ചു. അല്പം കഴിഞ്ഞ് സന്തോഷത്തോടെ പണം എണ്ണിക്കൊണ്ടിരുന്ന സോങ് ജി ഹൂണിനോട് അയാൾ തിരക്കി. ഗെയിം കളിച്ചാൽ പണം കിട്ടുന്ന ഒരു സംഭവമുണ്ട്. ശ്രമിച്ചു നോക്കുന്നുണ്ടോ? സോങ് ജി ഹൂൺ ചോദിച്ചു. ഇത് മറ്റേ പിരമിഡ് സെറ്റപ്പ് പോലെ പണം കിട്ടുന്ന പരിപാടിയാണോ? തനിക്ക് ആറ് മാറി. ഈ സമയം വന്നയാൾ എഴുന്നേറ്റ് നിന്നു. അയാൾ സോങ് ജി ഹൂൺ എന്ന് അയാളുടെ പേര് വിളിച്ചു. സോങ് ജി ഹൂൺ ഞെട്ടലോടെ നോക്കി. അയാൾ പറഞ്ഞു തുടങ്ങി. അവരുടെ താഴത്തുള്ള ഒരു പേപ്പറിൽ നിങ്ങൾ ഒപ്പിട്ടില്ലേ? പേര് സോങ് ജി ഹൂൺ, 47 വയസ്സ്, വിദ്യാഭ്യാസം ദേഹം ടെക്നിക്കൽ സ്കൂൾ, ടാറ്റ മോട്ടോഴ്സിലെ അസംബ്ലി ടീമിലെ പഴയ ഉദ്യോഗസ്ഥൻ. 10 വർഷം മുമ്പ് പുനരൂപീകരണത്തിനിടയിൽ രാജിവെച്ചു. ഒരു ചിക്കൻ കറിയും തട്ടുകറിയും നടത്തി പരാജയപ്പെട്ടു. ഇപ്പോൾ ഡ്രൈവറായി ജോലി നോക്കുന്നു. 3 വർഷം മുമ്പ് വിവാഹമോചനം നേടിയ ഭാര്യയിൽ 10 വയസ്സുള്ള മക്കളുണ്ട്. ഇപ്പോൾ വട്ടിപ്പലിശക്കാർക്ക് 160 മില്യണും ബാങ്കിന് 255 മില്യണും കൊടുക്കാനുണ്ട്. ഞെട്ടലോടെ എഴുന്നേറ്റ് സോങ് ജി ഹൂൺ ചോദിച്ചു, താൻ ആരാണ്? എന്റെ ബാക്ക്ഗ്രൗണ്ട് തിരിയാൻ മാത്രം തനിക്ക് എന്താണ്? തന്റെ പോക്കറ്റിൽ നിന്നും അയാൾ ഒരു കാർഡ് എടുത്തു കൊടുത്തു. ശേഷം പറഞ്ഞു, ഇനി അധികം സീറ്റ് ഒഴിവില്ല. സോങ് ജി ഹൂൺ ആ കാർഡ് വാങ്ങി നോക്കി. അതിന് പിന്നിൽ ഒരു വട്ടവും ചതുരവും ത്രികോണവും ഉണ്ടായിരുന്നു. മറുവശത്ത് ഒരു ഫോൺ നമ്പറും. എന്നെ വിളിക്കുമെന്ന് പറഞ്ഞ അയാൾ അവിടെ നിന്ന് മടങ്ങിപ്പോയി. കയ്യിലിരുന്ന പണവും പോകുന്ന അയാളെയും സോങ് ജി ഹൂൺ ഒരു നിമിഷം നോക്കി നിന്നു. കയ്യിൽ വേണ്ട പണം കിട്ടിയതിനാൽ സോങ് ജി ഹൂൺ വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. പോകുന്ന വഴിയിൽ വീട്ടിലേക്ക് മീൻ വാങ്ങാൻ കയറി. മീൻ വിൽക്കുന്ന സ്ത്രീയുമായി വളരെയധികം ചിരിച്ചു കളിച്ച് സംസാരിക്കാനും ആരംഭിച്ചു. കടയിൽ വെച്ചിരുന്ന മീൻകാരി സ്ത്രീയുടെ ഫോട്ടോ കണ്ടതും സോങ് ജി ഹൂൺ ചോദിച്ചു, സാങ്വുവിന് ഇപ്പൊ സുഖമാണോ? ആ സ്ത്രീ പറഞ്ഞു, അവൻ എപ്പോഴും തിരക്കല്ലേ, എന്തോ ബിസിനസ് ആവശ്യത്തിന് വിദേശത്തേക്ക് പോയേക്കാ. സോങ് ജി ഹൂൺ പറഞ്ഞു, ആ പരട്ടൻ വീട്ടിലേക്ക് വരുമ്പോ എന്നെ ഒന്ന് വിളിക്കാൻ പറ. നിങ്ങൾ മറന്നോ? ഞാൻ കാരണമാണ് അവന് സോൾ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയത്. ചെറുപ്പത്തിൽ അവന് ഞാനായിരുന്നു സ്കൂളിൽ കൊണ്ടാക്കിയത്. ഞാൻ കാരണമാണ് അവന് കോളേജിൽ അഡ്മിഷൻ കിട്ടിയത്, ജോലി കിട്ടിയത്. എന്നിട്ട് എനിക്ക് അവൻ ഒന്നും ഇതുവരെ വാങ്ങി തന്നതുപോലില്ല. മീൻകാരി സ്ത്രീക്ക് പണം കൊടുത്ത് മീനും വാങ്ങി സോങ് ജി ഹൂൺ വീട്ടിലേക്ക് നടന്നു. പോകുന്ന വഴിയിൽ ഒരു പൂച്ചയെ കണ്ട് അതിനൽപ്പം മീൻ കൊടുക്കുകയും ചെയ്തു. അന്ന് രാത്രിയിൽ അമ്മയ്ക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ കിട്ടിയ പണത്തിൽ നിന്ന് പദ്ധതി സോങ് ജി ഹൂൺ അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മ അവനോട് പന്തയത്തിൽ പോയോ എന്ന് തിരക്കി. സോങ് ജി ഹൂൺ പറഞ്ഞു, ഇത് അങ്ങനെയൊന്നുമല്ല, ഞാൻ നേർമാർഗത്തിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അമ്മ വീണ്ടും അവന്റെ മുഖത്ത് കണ്ടു കിട്ടിയ പാടിനെ കുറിച്ചെല്ലാം ചോദിച്ചെങ്കിലും ഒരു കണക്കിന് സോങ് ജി ഹൂൺ അതെല്ലാം പറഞ്ഞ് സമാധാനിച്ചു. ഈ സമയം അമ്മ മകൾക്ക് ചിക്കൻ മേടിച്ചു കൊടുത്തു, ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തു എന്നെല്ലാം തിരക്കി. കൂട്ടത്തിൽ അവൾ എന്തെങ്കിലും പറഞ്ഞു എന്നും ചോദിച്ചു. എന്ത് പറയാൻ? സ്വാഭാവികമായും സോങ് ജി ഹൂൺ ചോദിച്ചു. അമ്മ പറഞ്ഞു, കായോങ്ങും അമ്മയും രണ്ടാനച്ഛനും അടുത്ത വർഷം അമേരിക്കയിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് സോങ് ജി ഹൂൺ മകൾ പറയാൻ വന്നതും പിന്നീട് നിർത്തിയതുമായ കാര്യം ചോദിച്ചു. സോങ് ജി ഹൂണിന് വല്ലാത്ത നിരാശ തോന്നി. അമേരിക്കയ്ക്കോ? അവൻ ചോദിച്ചു. അമ്മ പറഞ്ഞു, അതെ, രണ്ടാനച്ഛന് ജോലി ശരിയായി പോലും അമേരിക്കയിൽ, അതുകൊണ്ട് കുടുംബത്തോടെ അങ്ങോട്ട് പോവുകയാണ്. സോങ് ജി ഹൂൺ ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട അമ്മയ്ക്ക് ദേഷ്യം വന്നു. അമ്മ പറഞ്ഞു, പോയി നിന്റെ മക്കളെ കൂട്ടിക്കൊണ്ട് പോയാൽ നോക്ക്. അച്ഛന് സാമ്പത്തിക ശേഷിയുണ്ടെന്ന് തെളിയിച്ചാൽ മക്കളെ കൂടെ നിർത്താൻ പറ്റുമെന്ന മുകളിൽ താമസിക്കുന്ന നിയമത്തിൽ പ്രാവീണ്യമുള്ള പയ്യൻ പറഞ്ഞത്. അവൾ അമേരിക്കയ്ക്ക് പോയാൽ പിന്നെ നിനക്ക് അവളെ കാണാൻ പറ്റുമോ? അവൾ കൊറിയൻ പോലും മറന്നു പോകും. പിന്നെ നിനക്ക് അവൾ സംസാരിക്കാൻ പോലും പറ്റില്ല. അന്ന് രാത്രിയിൽ മക്കളുടെ ഫോട്ടോയും നോക്കി സോങ് ജി ഹൂൺ വേദനയോടെ എന്തൊക്കെയോ ആലോചിച്ച് കിടന്നു. ഉറങ്ങാൻ കിടന്നെങ്കിലും സോങ് ജി ഹൂൺ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവൻ എഴുന്നേറ്റിരുന്നു. മെട്രോ സ്റ്റേഷനിൽ വെച്ച് അജ്ഞാതൻ കൊടുത്ത കാർഡ് എടുത്തു. അതേ നമ്പറിലേക്ക് വെച്ചു. ശേഷം പറഞ്ഞു, അതെന്താണെന്ന് വെച്ചാൽ വൈകിട്ട് എനിക്ക് കാർഡ് തന്നിട്ട് ഗെയിമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഉടനെ എതിർവശത്ത് നിന്ന് ശബ്ദം പറഞ്ഞു, താല്പര്യമുണ്ടെങ്കിൽ പേരും ജനതീയതയും പറഞ്ഞു. സ്ക്വിഡ് ഗെയിം എന്ന സീരീസിന്റെ ആദ്യ എപ്പിസോഡിൽ പത്രമുള്ള. ഓക്കെ, ബൈ.